ഹായ് 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 മക്കളെ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞല്ലേ? എല്ലാ സ്ഥലത്തും രണ്ടാമത്തെ ചാപ്റ്റർ എത്തിയിട്ടുണ്ടാവല്ലോ. സ്കൂളിലൊക്കെ രണ്ടാമത്തെ ചാപ്റ്റർ എത്തിയിട്ടുണ്ടാവുമല്ലോ. എന്താ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര്? ശരാശരി, ഏവറേജ് എന്നാണല്ലേ. എന്താണ് ശരാശരി, എന്താണ് ഏവറേജ് അതറിയോ? പല മക്കൾക്കും അതെന്താന്ന് ഇപ്പോഴും അറിയലുണ്ടാവില്ലേ? അതെന്താ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയാലോ. എന്താണ് ഏവറേജ്, എന്താണ് ശരാശരി നോക്കിയാലോ. നിങ്ങളുടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ. എന്താ? ഒരു മാജിക് നടക്കുകയാണ്. കുറേ കുട്ടികൾ മാജിക് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ മജീഷ്യൻ എന്ത് ചെയ്തു? കുട്ടികളുടെ ഇടയിലേക്ക് മിഠായി വാരി എറിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഇരിക്കുന്നത് ഓടിപ്പോയി മിഠായിക്ക് പെറുക്കും അല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ അബു ഉണ്ടായിരുന്നു, ഔസേപ്പ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ മണി ഉണ്ടായിരുന്നു. അവരും മിഠായി പെറുക്കി. അതിൽ മണിക്ക് നോക്കി എത്ര മിഠായിയാണ് കിട്ടിയത്? 4 മിഠായി. അതേപോലെ ഔസേപ്പിന് എത്ര മിഠായിയാ? 6 മിഠായി കിട്ടി. പിന്നെ അബുവിന് എത്ര മിഠായി കിട്ടി? 8 മിഠായി കിട്ടി. നോക്കി. അപ്പൊ നമ്മുടെ മണിക്ക് സങ്കടാവൂലേ? മണിക്ക് 4 മിഠായിലേ കിട്ടിയിട്ടുള്ളൂ. നമുക്കിതൊന്ന് ആലോചിച്ച് നോക്കിയല്ലോ. എല്ലാവർക്കും ഇതേ എണ്ണം മിഠായി തുല്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ. അപ്പൊ എത്ര എണ്ണം വീതം കിട്ടും? ഇതേ ഞാൻ അബുവിൻ്റെ ഈ 2 മിഠായി എടുത്ത് നമ്മുടെ മണിക്ക് കൊടുക്കുകയാണേ. ഇപ്പൊ എല്ലാവർക്കും തുല്യ എണ്ണം മിഠായി ആയല്ലോ. എത്ര മിഠായി വീതമായി? 6 മിഠായി വീതമായല്ലേ. അപ്പൊ ആ മിഠായി ഒക്കെ തുല്യമായിട്ടായിരുന്നു കിട്ടിയതെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും 6 മിഠായി വീതം കിട്ടുമായിരുന്നു അല്ലേ. എത്ര മിഠായി? 6 മിഠായി വീതം കിട്ടുമായിരുന്നു. പക്ഷെ തുല്യമായിട്ടാണോ കിട്ടിയത്? അല്ല, ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ. നമ്മളൊന്ന് തുല്യമായിട്ടാണെങ്കിലോ എന്ന് ആലോചിച്ച് നോക്കുക ചെയ്തത്. ഇതേപോലെ തുല്യമായിട്ടാണെങ്കിലോ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുമല്ലോ. എന്താ കിട്ടിയത്? ഓരോരുത്തർക്കും 6 എണ്ണം വീതം. ഇതിനെയാണ് നമ്മൾ ശരാശരി, ഏവറേജ് എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് ഇതിൽ ശരാശരി? ഇവിടെ ശരാശരി അതായത് ഏവറേജ് 6 ആണ് അല്ലെ. 6 നമുക്ക് കിട്ടി. തുല്യമായി വീതിച്ചാൽ അവർക്ക് 6 എണ്ണം വീതം കിട്ടും. പക്ഷെ ശരിക്കും അവർക്ക് എത്ര കിട്ടിയത്? ശരാശരിയേക്കാൾ കൂടുതലുണ്ട് അല്ലെ. ശരാശരിയോട് ഈക്വൽ ആയിട്ടുള്ളതുണ്ട്, അതേപോലെ ശരാശരിയിൽ കുറഞ്ഞതും ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുക. നമ്മൾ ഈക്വൽ ആണെങ്കിലോ എന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ശരാശരി. എല്ലാവരും ശരാശരി എന്താണെന്ന് പെട്ടെന്ന് പഠിച്ചില്ലേ? എല്ലാ മക്കളും പഠിച്ചല്ലേ. ശരാശരി കണ്ടുപിടിക്കാൻ വേറൊരു മാർഗം ഉണ്ട്. അതെന്താ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരട്ടെ. ഇത് നോക്കി. ശരാശരി കാണാൻ നമ്മൾ ആദ്യം ആകെയുള്ളതിന്റെ തുക എടുക്കാം. എത്ര എണ്ണം വീതം കിട്ടിയത്? 4, 6, 8 ഇല്ലേ. 4ഉം 6ഉം 8ഉം കൂട്ടിയാൽ എത്രയും? തുക എടുത്താൽ എത്രയും? അതിന് ടോട്ടൽ എടുത്താൽ നമുക്ക് 18 കിട്ടും അല്ലെ. ഈ 18ന് എന്താ ചെയ്യേണ്ടത്? ഇവർക്ക് 3 ആൾക്കാർക്കല്ലേ നമ്മൾ വീതിച്ചു കൊടുക്കണേ. ഈ 18 എണ്ണത്തിന് എത്ര ഭാഗമായിട്ട് നമ്മൾ വീതിക്കുന്നത്? 3 ഭാഗമായിട്ടില്ലേ. 3 എണ്ണമായിട്ട് വീതിക്കുകയാണ്. അപ്പൊ ടോട്ടലിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ടോട്ടലായിട്ടുള്ള 18നെ നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്യണേ? എത്ര എണ്ണമായിട്ടാണ് ഭാഗിക്കണേ? 3 എണ്ണമായിട്ട്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ശരാശരി കിട്ടി. 6 കിട്ടി. അപ്പൊ ആകെ തുകയെ നമ്മൾ എന്താ ചെയ്തത്? എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതേപോലെ ആകെ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര ഭാഗമായിട്ടാണോ വീതിക്കണേ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടും. അപ്പൊ എല്ലാ മക്കളും ശരാശരി കണ്ടെത്താനുള്ള മാർഗം പഠിച്ചില്ലേ? ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ശരാശരി എന്താണെന്ന് മനസ്സിലായി. ശരാശരി കണ്ടെത്താനുള്ള മാർഗം കിട്ടി. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇനിയും പഠിക്കാം. അപ്പൊ അതിനുവേണ്ടി എല്ലാ മക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കല്ലോ. അയച്ചു കൊടുക്കില്ലേ? അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.